നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലത്തെ WCL മത്സരം എന്തായി എന്ന് ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നു. സിംബാബ്വെ വേഴ്സസ് ഇന്ത്യ ഇന്നത്തെ T20 മത്സരത്തെ കുറിച്ചിട്ട് വീഡിയോയുടെ താഴെയും അത്തരം ഒരു കമന്റ് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ഇന്ത്യയുടെ WCL മത്സരത്തിന്റെ റിസൾട്ട് എന്തായി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇന്നലത്തെ കളി നമ്മൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നല്ല രൂപത്തിൽ കണ്ടു. കാരണം യുവരാജൊക്കെ നമ്മളെ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. അത് നല്ലൊരു സ്കോറിലേക്ക് ഇന്ത്യ എത്തി. യുവരാജ് റിട്ടയർഡ് ആയി പോയിരുന്നു, എന്നാൽ പോലും നല്ലൊരു ഇന്നിങ്സ് വന്നു. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു. പിന്നെ കളി റീസ്റ്റാർട്ട് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും അത് പിന്നെ അങ്ങ് വിട്ടുപോയി. അതാണ് സംഭവിച്ചത്. പിന്നെ യൂറോ കപ്പിൻ്റെ ഒരു സുപ്രധാന മത്സരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ശ്രദ്ധ പോവുകയാണ് ചെയ്തത്. ഏതായാലും ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചോദിച്ചാൽ, മത്സരം ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ഇന്ത്യ 27 റൺസിന് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ വമ്പൻ സ്കോർ ഉയർത്തിയിരുന്നു. 5 വിക്കറ്റിന് 229 റൺസാണ് ഇന്ത്യ അടിച്ചത്. വെസ്റ്റ് ഇൻഡീസിന് മുന്നിലേക്ക് 230 എന്ന വലിയ വിജയലക്ഷ്യം വെച്ചു കൊടുത്തിരുന്നു. പക്ഷേ വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റിങ്ങിന്റെ സമയത്ത് അവർ 5.3 ഓവറാണ് ബാറ്റ് ചെയ്തത്. മഴ പെയ്ത് കളി തടസ്സപ്പെട്ടു. അവർ 1 വിക്കറ്റ് നഷ്ടത്തിൽ 31 റൺസാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്ത്യ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് പിന്നീട് ചെയ്തത്. എന്നാൽ ഇന്ത്യയുടെ ഇന്നിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഉത്തപ്പ കഴിഞ്ഞ കളിയിലെ പോലെ ഈ കളിയിലും പൊളിച്ചെടുക്കിയ തുടക്കം ഇട്ടുകൊടുത്തു. പക്ഷെ നവാനോജ ഇത്തവണ മിന്നിയില്ല. അദ്ദേഹം ഡെക്കായിട്ട് മടങ്ങുകയായിരുന്നു. അദ്ദേഹം ബദ്രിയുടെ പന്തിൽ പുറത്തായി. അതേസമയം ഉത്തപ്പ 18 പന്തിൽ നിന്ന് 5 4 3 6 അടക്കം 43 റൺസാണ് അടിച്ചു കൂട്ടിയത്. ബെസ്റ്റാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. റൈന 12 പന്തിൽ നിന്ന് 19 റൺസുമായിട്ട് പോയി. പക്ഷെ യുവരാജ് അദ്ദേഹത്തിന്റെ പ്രതാപകാലത്തെ ഓർമ്മിക്കുന്ന തരത്തിൽ 2 സിക്സറുകളൊക്കെ അടിച്ചു. 3 4 2 സിക്സറും ഒക്കെ ആയിട്ട് 25 പന്തിൽ നിന്ന് 38 റൺസ് അടിച്ച് നിൽക്കവേ റിട്ടയർഡ് ആയിട്ട് പോയി. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നൊരു 50ക്ക് മുകളിലുള്ള മികച്ചൊരു സ്കോർ നമ്മൾ പ്രതീക്ഷിച്ചേനെ. ഇന്ത്യയുടെ സ്കോർ ഉയർത്തിയതിൽ പ്രധാന റോൾ വഹിച്ചത് ഗുർക്കിറാത്ത് സിംഗ് ആണ്. അദ്ദേഹം 42 പന്തിൽ നിന്ന് 6 4 7 സിക്സറും അടക്കം 86 റൺസാണ് അടിച്ചു കൂട്ടിയത്. ഇർഫാൻ പത്താൻ 17 പന്തിൽ നിന്ന് 18 റൺസ് എടുത്തപ്പോൾ യൂസഫ് പത്താൻ 4 പന്തിൽ നിന്ന് 3 റൺസ് എടുത്ത് പുറത്തായി. അങ്ങനെ ഇന്ത്യ 229 റൺസാണ് ഇന്ത്യ ചാമ്പ്യൻസ് അടിച്ചു കൂട്ടിയത്. മറുപടി ബാറ്റിങ്ങിൽ ഡോയിൻ സ്മിത്ത് 11 പന്തിൽ നിന്ന് 14 റൺസ് 3 4 സഹായത്തോടെ അടിച്ചു പുറത്തായെങ്കിലും ക്രിസ് ഗെയിൽ ഒരു ഭാഗത്ത് നിന്നിരുന്നു. 17 പന്തിൽ നിന്ന് 3 4 സഹായത്തോടെ അദ്ദേഹം 14 റൺസ് എടുത്തു. ഒപ്പം ചാർവിക് ബാൽ 90 റൺസുമായിട്ട് നിൽക്കവെയാണ് മഴ പെയ്ത് കളി തടസ്സപ്പെട്ടത്. എന്തായാലും ഇന്ത്യയുടെ ഒരു തകർപ്പൻ വിജയം തന്നെയാണ് ഒടുവിൽ TLS പ്രകാരം പ്രഖ്യാപിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവെത്താം.